ഒരു പകൽക്കാലം ഒരു പകൽക്കാലം കൂടി ദൈവസന്നിധിയിൽ കടന്നു വരാൻ ദൈവം അനുഗ്രഹിച്ചു. നമ്മളിന്ന് പാടിയതുപോലെ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുള്ളതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ സ്കൂളിൽ ചെല്ലുമ്പം സ്റ്റുഡൻസ് ദേ ആസ്ക് മീ വെയർ യു ലീവ്. അവരോട് എന്നോട് പലപ്പോഴും ചോദിച്ചു എവിടെയാണ് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു, കെൻ യു ലെറ്റ് മീ നോ വാട്ട് ഗാലക്സി യു ലീവ്. ഞാൻ അവരോട് ഒരു മറിയോത്യം ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് ഗാലക്സിയിലാണ് ജീവിക്കുന്നത്, എന്നാൽ ഞാൻ മറുപടി പറയാമെന്ന്. ഈ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അവൻ ബാധ്യസ്ഥനാണ്. ആ ഉറപ്പും ധൈര്യവും ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയോടെ ഇരിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ യൂത്ത് മീറ്റിങ്ങിലും അവരോട് പറഞ്ഞ് ഏതാനും വാക്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ഉള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. അപ്പം ക്രിസ്തുവിലുള്ള ആ ജീവിതം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാത്തിൻ്റെ ആൻസർ ദൈവമാണ്, ക്രിസ്തുവാണ്. ജീസസ് ഇസ് ദി ആൻസർ ഫോർ എവ്രിതിങ്. അപ്പം അവനെ നോക്കി ജീവിക്കാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഇന്നത്തെ ടോപ്പിക്കിനായിട്ട് ദൈവം എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച ഒരു കാര്യം, വി ഷുഡ് ലീവ് ലൈക്ക് എ ക്രൈസ്റ്റ് ലൈക്ക് മൈൻഡ്. ക്രിസ്തു തുല്യ ഒരു മനസ്സുമായിട്ടായിരിക്കണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത്. ക്രൈസ്റ്റ് ലൈക്ക് മൈൻഡ്, അത് ക്രിസ്തുവിന് തുല്യമായൊരു മനസ്സ് പ്രാപിച്ചവരായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം reading from John chapter 1, we can see in the beginning was the Word, and Word was with God, and Word was God. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവം വചനമായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വചനമാണ്. ഇപ്പം നമ്മുടെ മനസ്സ് രൂപാന്തരം പ്രാപിക്കേണ്ടത് കർത്താവിൻ്റെ വചനപ്രകാരമായിരിക്കണം. യേശു ദൈവവചനമാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുന്നു, നിങ്ങൾ അവൻ്റെ വചനത്തിൽ നിങ്ങളുടെ മനസ്സ് പുതുക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റേതായ ഒരു മനസ്സിലേക്ക് നിങ്ങൾ പരിവർത്തനം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കർത്താവിൻ്റെ വരവിനായിട്ട് നമ്മൾ നോക്കി പാർക്കുന്നു. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ലുക്ക് ബാക്ക് ആൻഡ് ഗാഡ് ഐ ഹാവ് എ ക്രൈസ്റ്റ് ലൈക്ക് മൈൻഡ്. ക്രിസ്തുവിന് തുല്യമായൊരു മനസ്സുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനം പ്രകാരം എൻ്റെ മനസ്സ് രൂപാന്തരപ്പെടാതെ കർത്താവിൽ അതിൽ നിന്നൊന്നും ലഭിക്കുവാൻ പോകുന്നില്ല. ക്രിസ്തു തുല്യമായൊരു മനസ്സ് ഈ ദിവസങ്ങളിൽ നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ആകാംക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ മക്കളായ അടിയങ്ങൾ ആ ദാഹത്തോടെ, ആ തീഷ്ണതയോടെ നിന്റെ വചനം പ്രകാരം ഞങ്ങളുടെ ഹൃദയം രൂപാന്തരപ്പെട്ട് ആ കർത്താവിൻ്റെ ഒരു മനസ്സുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ച് ക്രിസ്തുവിൻ്റെ ഒരു മനസ്സുമായിട്ട് രൂപാന്തരം പ്രാപിച്ചവരായി കാണുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെതിരെ തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര പൈശാചിക വ്യാപാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകർന്നിരിക്കട്ടെ. അപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ കർത്താവിൻ്റെ ഒരു മനസ്സ് പ്രാപിച്ചവരായി ഇന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കേട്ടു, വചനം കേട്ടു, അത് നമ്മൾ ആചരിച്ച് കർത്താവിൻ്റെ മനസ്സുമായിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് കടന്നു പോയി എന്ന് പറയുവാൻ നമുക്കൊരു രൂപാന്തരം പ്രാപിച്ചൊരു മനസ്സുമായി ഞാൻ ഇന്ന് കടന്നു പോകുന്നു. പിതാവേ, അത് നിനക്ക് എപ്പോഴും അത് സന്തോഷം നൽകുന്നതാണ്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കൂടുതലൊന്നും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ ഒരു മനസ്സ് വന്നു കഴിയുമ്പോൾ എല്ലാത്തിനെയും നമുക്ക് എന്ത് വന്നാലും അതിനെയെല്ലാം എതിരിടാനുള്ള ശക്തി പിതാവ് നമുക്ക് നൽകിയിരിക്കും. Let's read 1 Corinthians chapter 2:16. ഇംഗ്ലീഷിൽ വായിക്കാം, അത് നമുക്ക് മലയാളത്തിലും വായിക്കാം. 1 Corinthians chapter 2 verse 16.
Who has known the mind of the Lord that he may instruct him? But we are the mind of Christ. Apostle Paul was quoting from Isaiah 40:13. നമുക്ക് മലയാളത്തിൽ വായിക്കാം. 1 Corinthians 2:16. പ്രൈസ് ദി കർത്താവിന്റെ ലോർഡ്. മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവർ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. നമുക്ക് പലപ്പോഴും ആ പരിജ്ഞാനം നമുക്ക് കിട്ടണം. കർത്താവിൻ്റെ മനസ്സുള്ളവരായിട്ട് നമ്മൾ മാറണം. കർത്താവിൻ്റെ ഒരു മനസ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ മനസ്സ് രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതാണ് ഇവിടെ കാണുന്നത്. കർത്താവിന് ഉപദേശിച്ചു കൊടുക്കേണ്ടതിന് അവൻ്റെ മനസ്സ് അറിഞ്ഞവർ ആർ? നമുക്കുള്ളത് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. അത് അപ്പോസ്തലനായ പൗലോസ് ഐസയ 40:13 നിന്ന് ഉദ്ധരിക്കുകയാണ്. അപ്പൊ ആ യഹോവയുടെ കർത്താവിന്റെ യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്യുന്നവൻ ആര്? അപ്പൊ ആ കർത്താവ് നമുക്ക് അതിനായിട്ട് കാംക്ഷിക്കാം. ഞാൻ ഇന്ന് കുഞ്ഞുങ്ങളോടും പറഞ്ഞു, മാൻ നീർത്തോടുകളെ കാംക്ഷിക്കുന്നത് പോലെ ആ ദാഹം നമ്മൾ ദൈവം ഇപ്പം പരിശുദ്ധാത്മാവെ ആ ദാഹം ഞങ്ങളിൽ ഇപ്പോൾ ജനിപ്പിക്കണമേ. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവരായി നീ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ഞങ്ങളുടെ മനസ്സ് അതിനായിട്ട് രൂപാന്തരപ്പെടുത്തണം. നമുക്ക് Psalm 42 verse 2, 1 and 2. സങ്കീർത്തനം 42:1-2. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാവും? നമുക്ക് പ്രാർത്ഥിക്കാം. As the deer panteth for the water, so we pant our soul for God and His word, and thirst for the living God. And that God, അതിനായിട്ട് നമുക്കൊരു ആകാംക്ഷയും ഒരു പ്രാർത്ഥനയും അതിനുള്ള ഒരു ദാഹവും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ ജനിപ്പിക്കട്ടെ. അതിൽ കൂടി ദൈവത്തിന് വലിയ വൻകാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇപ്പം നമ്മളിവിടെ കേട്ടതുപോലെ മാൻ നീർച്ചാലുകൾ വേണ്ടി കാംക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഈ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിനായിട്ട് നമ്മുടെ ആത്മാവ് ഈ ദിവസങ്ങളിൽ ജാഗരിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പം അങ്ങനെ ജാഗരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം നമ്മളുടെ മൺകൂടാരങ്ങളിൽ വരികയും അതിൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞോന്നറിയത്തില്ല, നമ്മളെപ്പോഴും ഒരു മനസ്സ് രൂപാന്തരം പ്രാപിച്ചവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനോടനുബന്ധിച്ച് റോമാലേഖനം 12:1-2 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. റോമാലേഖനം 12:1-2 എങ്ങനെയാണ് നമ്മൾ മനസ്സ് രൂപാന്തരപ്പെടുത്തേണ്ടതെന്ന് വ്യക്തമായിട്ട് അപ്പോസ്തലനോട് പറയുന്നുണ്ട്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിന് കൂടുതൽ അതിൻ്റെ പോകുന്നില്ല, ആഴത്തിൽ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം ആഗ്രഹിക്കുന്ന ആ രൂപാന്തരം നമ്മുടെ ആത്മാവിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കണം. ആ ദാഹത്തോടെ നമ്മളായിരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. എത്ര പേർ വിശ്വസിക്കുന്നു, പിതാവ് പരിശുദ്ധാത്മാവ് വഴി എൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ ആഴങ്ങളെയും മർമ്മങ്ങളെയും, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെയും മർമ്മങ്ങളെയും റിവീൽ ചെയ്ത് അത് എൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ഒരു മനസ്സ് പോലെ എന്നെ രൂപാന്തരപ്പെടുത്തുമെന്ന് നമുക്ക് കടന്ന് വിശ്വസിക്കാം ഈ ദിവസങ്ങളിൽ. അപ്പം നമ്മൾ വചനപ്രകാരമായിരിക്കണം നമ്മൾ രൂപാന്തരം നമ്മൾ പ്രാപിക്കേണ്ടത്. നമുക്ക് അടിസ്ഥാനമില്ലെങ്കിൽ നമ്മൾ വീട് പണിതാൽ, നമ്മൾ കർത്താവിൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്, അടിസ്ഥാനമില്ലാതെ നമ്മൾ പണിതാൽ ആ വീട് ഒരിക്കലും
അത് കൊടുങ്കാറ്റുകളും മറ്റും വരുമ്പോൾ കൊടുങ്കാറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. കൊടുങ്കാറ്റ് വരുമ്പോൾ അതിനെതിരെ നമ്മുടെ ഭവനം നിൽക്കുവാനായിട്ട് നമ്മൾ വചനത്താൽ രൂപാന്തരപ്പെടുത്തിയ ഒരു മനസ്സുമായിട്ട്, കർത്താവിൻ്റെ ആ മനസ്സുമായിട്ട് നിൽക്കുമ്പോൾ ഒരു ശക്തിയും നമ്മുടെ മേൽ വ്യാപരിക്കില്ല. എന്തുകൊണ്ട്? ഇന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ വചനപ്രകാരമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ശക്തി വന്നാലും നമുക്കെതിരെ വ്യാപരിക്കുകയില്ല. നമ്മളെല്ലാം ദൈവം അനോയിൻ്റ് ചെയ്യുകയും അപ്പോയിൻ്റ് ചെയ്തതാണ്. അപ്പോൾ അത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും അവന് ഇഷ്ടമല്ല. അവൻ എപ്പോഴും നമ്മളെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് കാലഘട്ടത്തിൽ കൂടി കടത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചു, നമ്മളെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പം ആ അപ്പോയിൻ്റ് ചെയ്യുന്ന പിശാചിനറിയാം. അപ്പോൾ അവൻ്റെ തന്ത്രം എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരുത്താനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ആ ഡിസപ്പോയിൻമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും നമ്മൾ വചനത്തിൽ രൂപാന്തരം പ്രാപിച്ചവരായി ക്രിസ്തുവിൻ്റെ മനസ്സുമായിട്ട് നിൽക്കുമ്പോൾ ആരവന് ഉപദേശം കൊടുക്കും? ആ ശക്തമായ മനസ്സ്, ആ രൂപാന്തരപ്പെട്ട മനസ്സിന് മുമ്പ് ഒരു പിശാചിനും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്ന് വചനം വ്യക്തമായിട്ട് ദാവീദിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ, ഡേവിഡ്സ് ലൈഫ് വി ക്യാൻ സീ ദി ഇമ്പോർട്ടൻസ് ഓഫ് വേർഡ് ഇൻ ഹിസ് ലൈഫ്. So let's turn to Psalm 119:89. സങ്കീർത്തന പുസ്തകത്തിൽ 119:89 പറയുന്നത്, Hallelujah. We praise you, Father. We thank you, Father. Hallelujah. Father, we bless you. Your word is. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വചനമോ സ്വർഗത്തിൽ എന്നേക്കും. യുവർ വേർഡ് ഈസ് സെറ്റിൽഡ് ഇൻ ഹെവൻ. നിന്റെ വചനം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം ആ സ്ഥിരമായിരിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊരു രൂപാന്തരം നമ്മൾ പ്രാപിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് അങ്ങനെ സഹായിക്കുമ്പോൾ, വചനത്താൽ ഒരു രൂപാന്തരം പ്രാപിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന് തുല്യമായൊരു മനസ്സിലേക്കാണ് രൂപാന്തരപ്പെടുത്തുന്നത്. അതെന്നേക്കും സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ, അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, അതൊരു രൂപാന്തരം പ്രാപിച്ച് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സുമായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്, മാത്യു ചാപ്റ്റർ 24:35. മത്തായിയുടെ സുവിശേഷം 24:35 പറയുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. എത്ര പേരിന്ന് കടന്ന് വിശ്വസിക്കുന്നു, കർത്താവെ എൻ്റെ മനസ്സ് രൂപാന്തരപ്പെടുത്തി എൻ്റെ വചനത്തിലായിരിക്കുമ്പോൾ അതെന്നേക്ക് സ്ഥിരമായിട്ട് സ്വർഗത്തിലിരിക്കുമ്പോൾ, അതെന്നേക്ക് സ്ഥിരമായിട്ട് എൻ്റെ ഹൃദയത്തിലും ഇരിക്കുമ്പോൾ, ബാക്കി ആകാശം ഒഴിഞ്ഞു പോകും, ഭൂമി ഒഴിഞ്ഞു പോകും, അഖിലാണ്ടങ്ങളെല്ലാം ഒഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. അതൊരു വലിയൊരു ശക്തി. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ഏറ്റെടുക്കാം. ആ വചനത്തിൽ കൂടിയുള്ള ആ ശക്തി, കർത്താവെ നിന്റെ വചനത്തിൽ മുമ്പിൽ അടിയങ്ങളായിരിക്കുമ്പോൾ അതിൻ്റെ രൂപാന്തരം പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയാൽ, അതിൻ്റെ ആ തീയാൽ നമ്മുടെ ഹൃദയത്തിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ, ഹാലലിയ, ആഴത്തിൻ്റെ മേൽ ഹാലലിയ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ പരിവർത്തനത്തിൻ്റെ ആത്മാവ് തന്നെ ആ വചനത്താൽ കൂടി വ്യാപരിച്ച്, ആദിയിൽ വചനമുണ്ടെന്ന്, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആദിയിൽ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു, അതുപോലെ തന്നെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, എല്ലാം അതുപോലെ തന്നെ നടന്നു. അതുപോലെ തന്നെ നമ്മൾ കൂടി ആ രൂപാന്തരം വ്യാപരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി വ്യാപരിക്കുമ്പോൾ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അതുല്യ മനസ്സിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടും. ഒരു ശത്രുവും നമ്മളെ തൊടില്ല, നമ്മുടെ കുടുംബത്തെ ഒരു ശത്രുവും തൊടില്ല. അതിലേക്ക് നമുക്ക് കടന്നു വരാൻ ദൈവമക്കളെ. നിന്റെ വചനം എപ്പോഴും, ആകാശം ഒഴിഞ്ഞു പോയാലും, അഖിലാണ്ടങ്ങൾ ഒഴിഞ്ഞു പോയാലും, ഭൂമി മാറിയാലും, എന്തു മാറിയാലും എൻ്റെ വചനം ഒഴിഞ്ഞു പോകുന്നില്ലെന്ന് കർത്താവ് ദൈവം പറഞ്ഞെങ്കിൽ അതിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിനെ അങ്ങ് രൂപാന്തരപ്പെടുത്താം, നമ്മുടെ ഹൃദയത്തെ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം.
മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ, as the deer panthers for water, let that word come alive, because we are serving a living, loving God. അവൻ മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. അവൻ അവൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരുന്നു. അതായത് അവൻ്റെ വചനം ആരിൽ കൂടി വ്യാപരിക്കുന്നു, അവൻ്റെ ശക്തി അവനിൽ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവൻ്റെ വചനം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. അത് ദാവീദിന് മനസ്സിലായി. ദാവീദിനെ അപ്പോയിന്റ് ചെയ്തു. പിശാച് അത് മനസ്സിലാക്കി. പിശാച് ദാവീദിനെ ഒരു ഡിസപ്പോയിൻമെന്റ് കാലഘട്ടത്തിൽ കൂടി കടത്തിവിടുവാൻ ദൈവം അനുവദിച്ചെന്ന് പറഞ്ഞാൽ, ആ അപ്പോയിൻമെന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അനോയിൻമെന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഒരു ഡിസപ്പോയിൻമെന്റ് കാലഘട്ടത്തിൽ കൂടി ദാവീദ് കടന്നു പോയപ്പോൾ, ആ ഡിസപ്പോയിൻമെന്റ് കാലഘട്ടത്തിലാണ് അവൻ ശക്തി പ്രാപിച്ച് അപ്പോയിന്റ് ആയ പോസ്റ്റിൽ ഇരിക്കുവാൻ അവൻ പ്രാഗൽഭ്യം നേടിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവത്തിൻ്റെ വിളിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികളെപ്പറ്റി ദൈവം നമുക്ക് പറഞ്ഞു തരും പരിശുദ്ധാത്മാവിനാൽ. ആ പദ്ധതികളെ പറഞ്ഞു തരുമ്പോൾ പിശാചിന് ഒട്ടും ഇഷ്ടമല്ല. അപ്പം അവനെപ്പോഴും ഒരു ഡിസപ്പോയിൻമെൻ്റ് കാലഘട്ടം കൊണ്ടുവരാം. അതിൻ്റെ മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു തുല്യ മനസ്സ് അവൻ്റെ വചനത്താൽ രൂപാന്തരപ്പെടുത്തി നമുക്ക് ഏറ്റെടുത്ത് ശക്തി പ്രാപിച്ചവരായി അപ്പോയിൻ്റ് ചെയ്ത് ആ പൊസിഷനിൽ ഇരുന്ന് ചെയ്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം സമയം മുന്നോട്ട് പോകുന്നു. ഏതാനും വചനങ്ങൾ വായിക്കാം. അതുപോലെ എൻ്റെ സങ്കീർത്തനത്തിൻ്റെ 119, 105. ഹല്ലേലൂയ. സങ്കീർത്തനം 119 സങ്കീർത്തനം നിന്റെ 105. വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാവുന്നു. അപ്പം ദാവീദിനെ സംബന്ധിച്ചിടത്തോളം, ഇൻ ഡേവിഡ്സ് ലൈഫ്, when he go to the disappointment time, he knew 100%, he transformed his mind, he renewed his mind. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് വെളിച്ചമാവുന്നു. നമുക്ക് ഒരുമിച്ച് ഏറ്റു പറയാം, എൻ്റെ ദൈവമേ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് വെളിച്ചമാവുന്നു. എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു വചനം. ഏത് ഡാർക്ക്നെസ് വന്നാലും, ഏത് അന്ധകാരം വന്നാലും, നമുക്കൊരു ദീപം തെളിച്ചു വെക്കുവാനുണ്ടെങ്കിൽ, ഒരു വചനത്തിൻ്റെ ദീപം തെളിച്ചു വെക്കാനുണ്ടെങ്കിൽ, ഒരു അന്ധകാരവും നമ്മളെ വന്ന് കോൺകർ ചെയ്യില്ല. അത് ദൈവത്തിൻ്റെ നിയമമാണ്. When light come, darkness has to flee. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ദീപം നമ്മൾ തെളിച്ചു കഴിയുമ്പോൾ എല്ലാ അന്ധകാരങ്ങളും വിട്ടുമാറിയേ പറ്റും. അത് ഭവനത്തിലാണേലും ചർച്ചിലാണേലും എവിടെയാണേലും മിനിസ്ട്രിയിലാണേലും എവിടെ പോയാലും, ഈ അഖിലാണ്ടത്തിൽ എവിടെ പോയാലും അത് ദൈവം ഒരു ശാശ്വത നിയമമായിട്ട് ദൈവമക്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ അത് ഏറ്റെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ 130 നമുക്ക് വായിക്കാം. 130, 160 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സമയം കടന്നു പോകുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാവുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. ഇപ്പം നമ്മളെല്ലാവരും സിമ്പിളാണ്, ദൈവസന്നിധിയിലാണ്, ദൈവമക്കളാണ്. നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക്. അതിൽ the entrance of your word gives light and gives understanding to simple. നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കാം, പരിശുദ്ധമായി സമർപ്പിക്കാം. നിന്റെ വചനം എൻ്റെ ഹൃദയത്ത് പ്രകാശമായിട്ടിരിക്കട്ടെ. അത് എൻ്റർ ചെയ്ത് പ്രകാശമായിട്ടിരിക്കട്ടെ. അതെപ്പോഴും പ്രകാശമായിട്ടിരിക്കട്ടെ. അന്ധകാരങ്ങളുടെ മേലൊരു ശക്തിയായിട്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു വചനം കൂടെ വായിച്ച് നമുക്ക് ഇരിക്കാം. അതിൻ്റെ 160 വായിക്കാം. നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ. The sum of your word is truth. Sum, everything, the totality, the full meaning of the word is the truth. When truth comes, everything has to subdue. അതുകൊണ്ടാണ് വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ. നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ, അത് സത്യം തന്നെ. നിന്റെ പ്രമാണങ്ങളെല്ലാം പൂർണ്ണ അർത്ഥം, അത് സത്യം തന്നെ. നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കും നിലനിൽക്കുന്നു.
ഈ ദിവസങ്ങളിൽ നമുക്ക് ആ കർത്താവിൻ്റെ ആ മനസ്സ്, കർത്താവ് നമ്മളിൽ ഉണ്ട്, കർത്താവിൻ്റെ മനസ്സുള്ളവരായി നമുക്ക് തീരാം. അതിനോടനുബന്ധിച്ച് നമ്മൾ കർത്താവിൻ്റെ മനസ്സുള്ളവരായി തീർന്നു കഴിയുമ്പോൾ, കർത്താവിലായി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം അതിൻ്റെ 7. Praise the Lord. Father, we thank you. We continue to bless you and honor you. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വി നീഡ് ടു ഡെവലപ്പ് എ ക്രൈസ്റ്റ് ലൈക്ക് മൈൻഡ്. വെൻ വി ഡെവലപ്പ് ദ ക്രൈസ്റ്റ് ലൈക്ക് മൈൻഡ്, we are in Christ, we abide in His word, then we ask what we desire and is done by the glory of God. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആ മനസ്സ് പ്രാപിച്ചവരായി, അവൻ്റെ വചനത്താൽ രൂപാന്തരപ്പെട്ടവരായി നമുക്ക് ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥനയാലും ഉപവാസാലും നമ്മുടെ ഹൃദയം പകർന്നുകൊണ്ട് ഈ ദിവസങ്ങളിലായിരിക്കണം എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളുന്നു.